നന്ദഗോപനുണ്ടോ? എന്താ കാര്യം? ഇങ്ങ് വാ, പറയാം. അയാൾ ഇന്നലെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാ. താൻ ഇവിടത്തെ ആണെങ്കിൽ അവളോട് പോയിട്ട് വരാൻ പറ. ആ കുട്ടി പോയല്ലോ. പോയോ? അവളെവിടെ പോനാ? താൻ ചെന്ന് അവളോട് ഡാഡി വന്നിട്ടുണ്ടെന്ന് പറ. ഞാൻ പറഞ്ഞത് സത്യമാ പക്ഷേ ഇന്ന് രാവിലെ തന്നെ ആ കുട്ടി പോയി. ഓ, എന്നാ പിന്നെ ഞാനൊന്ന് നോക്കിയേക്കാം. മാറിക്കോ. വേണ്ട, ഇയാള് വെറുതെ പറയുന്നതാ. അവൾ ഇവിടെ തന്നെ കാണും. ഞാൻ ചെന്ന് വിളിച്ചോണ്ടിരാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീ പോയി വണ്ടിയിലിരിക്കും. ചെല്ല്. എന്താ അവൾക്ക് സംഭവിച്ചത്? എങ്ങോട്ട് അവള് പോയത്? ഇന്നലെ എവിടെയോ വഴിയിൽ അപകടം പറ്റി കിടന്നിടത്തുനിന്ന് സാറ് കൂട്ടിക്കൊണ്ട് വന്നതാ. രാത്രിയിലെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു. രാവിലെ നിങ്ങളെ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ട് പോയാ മതി എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയതാ. രാവിലെ ആയപ്പോ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയി. ഇന്നലെ താരയ്ക്ക് അപകടം പറ്റിയ സ്ഥലത്ത് നിങ്ങളെ ഞാൻ കണ്ടല്ലോ. റോണി ആയിരിക്കില്ല. ഇന്നലെ മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ഓടി നടക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവളെ വിട്ടെങ്കിലും അവരുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ എനിക്ക് ഒരുപാട് പേരുടെ കാല് പിടിക്കേണ്ടി വന്നു. എന്നിട്ടും എന്റെ മോൾ എന്റെ അടുത്തേക്ക് വന്നില്ല. എന്റെ മോളെ വീട്ടിൽ ഒളിപ്പിച്ച് നിർത്തിയിട്ട് അവളിവിടെ ഇല്ലാന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി എപ്പോഴെങ്കിലും താരയെ കാണുന്നെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറയണം. എനിക്ക് താരയുടെ ഡാഡിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആദ്യം ഞാൻ അവളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് വരാം. താര വീട്ടിലേക്കാ പോയെന്നൊക്കെ മണി എന്തിനാ അവരോട് കള്ളം പറഞ്ഞത്? പിന്നല്ലാതെ അതിനെ ഇവിടെ നിന്ന് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടി വരും. എന്താ, ശരിയല്ലേ? അല്ല പിന്നെ അരിയിടാനുള്ള വെള്ളം തിളച്ചു മറിഞ്ഞിട്ടുണ്ടാവും. ജാമ്യത്തിൽ ഇറങ്ങിയതാണോ മാഡം? ഇനി എന്നാ ജയിലിലേക്ക് പോണ്ടേ? എന്തായിരിക്കടാ, കയ്യിൽ വല്ല ബോംബോ മറ്റോ കാണാം. എടുത്തെറിഞ്ഞാൽ നമ്മുടെ ഒക്കെ കാര്യം പോക്കാം. ഇങ്ങനെയാണോ അധ്യാപകരുടെ പെരുമാറുക? ഒരു ക്ലാസ്